ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. അത് ആവശ്യമായ സാധനങ്ങൾ: ബീഫ് വേണം. ഇത് ഞാനൊരു 2 കിലോ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും തേങ്ങാക്കൊത്തും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഒരു സവോള ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് വേവിച്ച് വെച്ചതാണ്. ഇതൊരു 6 ഫിസിലിൽ ഞാൻ വേവിച്ച് വെച്ച കുക്കറി വേവിച്ചതാണിത്. ഞാൻ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചത്, സവാള. ഇത് ഞാൻ വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. തക്കാളി, 2 ഇടത്തരം തക്കാളിയാണിത്. വെളിച്ചെണ്ണ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണിത്. തൊണ്ടോടുകൂടി ചതച്ച വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയിട്ട്, പച്ചമുളക് 2 വലിയ പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, ഏലക്കായ ചതച്ചത്. ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ കുടം വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നോണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവയും മാറുന്നോണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുമ്പോഴാണ് ഇതിന് രുചി കൂടുന്നത്. ഇതൊന്ന് മൂത്ത് വന്നോട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഞാനിത് വലിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. സവാള നന്നായിട്ട് ബ്രൗൺ കളറാവുന്നോളം വരെ ഇളക്കി കൊടുക്കും. സവാള ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കും. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കും. പച്ചമുളക് ഒന്ന് വാടി വന്നാൽ മതി. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ആണ് വേവിച്ചെങ്കിൽ മസാലയ്ക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, മുളക് പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് മസാല ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നതാണ് പറഞ്ഞ് ഇളക്കി കൊടുക്കാം. പൊടികളൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഇടത്തരം തക്കാളിയാണ് എടുത്തത്. ചേർത്ത് കൊടുക്കാം. ഇത് കോട്ടയം ഭാഗത്തോട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ബീഫ് ഫ്രൈ ആക്കുന്നത്. കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണ്. ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നോണം വരെ ഇളക്കി കൊടുക്കണം.
ഇതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാല ചേർക്കും. ഇതിലേക്ക് വേവിച്ച് വെച്ച് ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഒരു സവാള, തേങ്ങയുടെ അരമുറി തേങ്ങയുടെ കൊത്തി ഇതെല്ലാം കൂടെ ഇട്ട് ഇത് വേവിച്ച് വെച്ചാണത്. നന്നായിട്ട് ഇളക്കി ഇട്ട് വേണം. മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്നവരും വരെ നന്നായി ഇളക്കി യോജിപ്പിക്കും. കുക്കറിൽ ഇതൊരു 6 വിസിലിനാണ് വേവിച്ചെടുത്തത്. അല്പം വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ വറ്റിച്ചെടുത്തു. ഇത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും മസാല എല്ലാം വരുന്നോളം വരെ ഇളക്കി കൊടുത്ത് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നല്ല നാടൻ ബീഫാണ്. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നന്നായി മിക്സ് ചെയ്ത് ഇതിനെ നമുക്കൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കും. ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കായ ചതച്ചത് ചേർക്കുന്നുണ്ട്. അല്പം കറിവേപ്പില, അല്പം മല്ലിയില, ഇതെല്ലാം ഇട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അതിൻ്റെ നമുക്ക് തുറന്ന് നോക്കാം. ഞാനിതൊരു 5 മിനിറ്റ് ഒന്ന് ആവി കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരല്പം ഗരം മസാലപ്പൊടി തൂളി കൊടുക്കാം. ആ ഏലക്ക ചതച്ചതിൻ്റെ മണം നല്ല മണമാണ്. അത് എടുത്ത് കാണിക്കുന്നത്. അല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ടു. ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.